ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും അത്ര ഓക്കെ അല്ലായിരുന്നു കേട്ടോ ഞാൻ. എന്നിട്ട് ആവശ്യത്തിന് കൂടുതൽ എൻ്റെ സെൽഫ് ടൈം അല്ലെങ്കിൽ മീ ടൈം ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലൊരു കുളിയും പാസ്സാക്കി നല്ല പീസ്ഫുള്ളായിട്ട് നമസ്കരിച്ചൊക്കെ ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് കയറിയത്. രാവിലെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരു ആഡംബരപൂർണമായ ഒരു ലഞ്ച് കഴിക്കണമെന്ന് തോന്നി. ആഡംബരമെന്ന് ഉദ്ദേശിച്ചത് വലിയ രീതിയിൽ ആഡംബരമല്ല, എന്നാലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് നാടൻ കറികളൊക്കെ ഉള്ള ഒരു ലഞ്ച്. ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ കുക്കിംഗ് എന്താണെന്നും എന്തിനു വേണ്ടിയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടതും എന്നൊക്കെ ഞാൻ പഠിച്ചത്. പണ്ടൊക്കെ വീട്ടിൽ എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കിച്ചണിൽ കയറാറ്. ഞാനിപ്പം എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്ന് ആലോചിക്കുമ്പം എനിക്ക് എന്നോട് തന്നെ ചില സമയത്ത് റെസ്പെക്റ്റ് തോന്നാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണം ഒരാൾ നല്ലതാണെന്നോ അല്ലെങ്കിൽ കൊള്ളാം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ കുക്കിംഗ് ആസ്വദിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നെ പുകഴ്ത്തിയാണ് എനിക്ക് തന്നെ ചില സമയം തോന്നും ഞാൻ ഇത്രയും വലിയൊരു ഷെഫാണോ കുക്കാണോ എന്നൊക്കെ. ആളെന്ത് കൊടുത്താലും ഒരു കുറ്റവും പറയാറില്ല, അൽഹംദുലില്ലാ പറഞ്ഞ് കഴിച്ചിട്ട് പോകാറാണ് കേട്ടോ പതിവ്. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ കോൺഫിഡൻസും. ഒരു കുറ്റവും പറയാതെ നമ്മൾ കൊടുക്കുന്ന ആഹാരം അത്രയ്ക്ക് അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ പറയാൻ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ കൂട്ടത്തേ ഉള്ളൂ. എന്ന് വെച്ച് വലിയ കുക്കാണെന്ന അഹങ്കാരമൊന്നും എനിക്കില്ല കേട്ടോ. ഞാനങ്ങനെ വലിയ രീതിയിൽ ഈ ഭക്ഷണങ്ങളെ കുറ്റം പറയുന്ന ഒരാളെ അല്ല. അത് ഇന്നെന്നല്ല പണ്ടും ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്താണോ തരുന്നത് അത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് കഴിച്ചെണീറ്റ് പോകുന്ന ഒരാളാണ്. അതിനെ കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിലെന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ പറയുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളെ അല്ല ഞാൻ എപ്പോഴും അത് എൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് കണക്കാക്കുന്ന ഒരാളാണ്. എൻ്റെ മക്കളോടും ഞാൻ അത് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കാറുമുള്ളത്. ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു നേരത്തെ ആഹാരം കിട്ടാത്ത പല ആൾക്കാരും ഇന്ന് ഈ ദുനിയാവിലുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു നേരത്തെ ആഹാരമുണ്ട്, നമുക്ക് ഒരു നേരം പട്ടിണി കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പടച്ചോൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ശക്തി ഇവരൊക്കെ നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് മാക്സിമം നമുക്ക് മുന്നിൽ കിട്ടുന്ന ആഹാരത്തിനോട് എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. അത് ഏത് ശക്തിയാണെങ്കിലും നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങളോട് നമ്മളെന്നും സന്തുഷ്ടരായിരിക്കണം. അപ്പോൾ ഇന്നത്തെ മോട്ടിവേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ റാഹത്തായിട്ടുള്ള ഫുഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല പോലെ ഇന്നത്തെ എൻ്റെ ലഞ്ചും കഴിച്ചിട്ട് ഇനി സമാധിയായിട്ട് ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കട്ടെ കേട്ടോ.